ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്തിരുന്നു. അപ്പോൾ പുതുപുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരുവിധ എല്ലാ വണ്ടികളുടെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് യൂണീക്കായിട്ടുള്ള വണ്ടികളാണ്. അതായത് നമ്മൾ സാധാരണ ബസ് സിമുലേറ്ററിൽ കാണാൻ സാധ്യതയില്ലാത്ത കുറച്ച് വണ്ടികൾ, അതായത് ബോട്ട്, അതേപോലെ തന്നെ പ്ലെയിൻ, അതേപോലെ തന്നെ നമ്മുടെ ടാങ്കർ, അങ്ങനത്തെ നമ്മുടെ ആർമിയുടെ വണ്ടി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതാണ് നമ്മളിത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ബസ് സിമുലേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്, മോഡ് ബസ് ID ടർബോ 2024 എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് അതിൽ എന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ ലോഡായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബസ്, ട്രക്ക്, കാർ, അതേപോലെ തന്നെ സ്കൂട്ടർ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ബസ് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ബസ് സിമുലേറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാർ എടുക്കുകയാണ്. അപ്പോൾ അത് ടൊയോറ്റ, അൽഫാഡ്, അങ്ങനെ കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് കാറുകൾ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലംബോർഗിനിയൊക്കെ ഉണ്ട്. ഇതേപോലെ ലംബോർഗിനി ഹുറാക്കൻ, അതേപോലെ തന്നെ ലംബോർഗിനി റെവൻറ്റോൺ, അങ്ങനെ കുറേ കാറുകളുണ്ട്. അപ്പോൾ അതിവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇപ്പോൾ മോട്ടർ എടുക്കുക, അതായത് നമ്മുടെ ബൈക്കാണ് യമഹ R25. പിന്നെ അതുപോലെ തന്നെ കവാസക്കി C800, കവാസക്കി നിഞ്ച. ഞാൻ അതേപോലെ തന്നെ കുറച്ച് ലോഡാവാനുള്ള ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ യുണീക്ക് എന്ന് പറഞ്ഞ സംഭവം കാണാം, അതായത് നമ്മുടെ പ്ലെയിന്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ മാപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു സംഭവം എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലെയിന്, ബോട്ട്, അങ്ങനത്തെ കുറച്ച് നമ്മൾ സാധാരണ ബസ് സിമുലേറ്ററിൽ ഇങ്ങനെ കാണാത്ത കുറച്ച് സംഭവങ്ങളില്ല, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് യൂണീക്കായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത്. അതായത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മളങ്ങനെ സാധാരണ കാണാത്ത കുറേ സംഭവങ്ങൾ, നമ്മുടെ ടാങ്കർ, അതേപോലെ തന്നെ സൈക്കിൾ, അതേപോലെ തന്നെ പ്ലെയിന്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ബോട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടോയ് ട്രെയിനില്ലേ, നമ്മുടെ ഒരു കാർട്ടൂൺ ഉണ്ടായില്ലേ, അപ്പോൾ ആ കാർട്ടൂണിൻ്റെ ട്രെയിൻ. പിന്നെ അതുപോലെ തന്നെ ബോട്ട് വലുത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ സാധാരണ കാണാത്ത കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മോഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യാൻ സുഖമാണ്. അതുമ്പോൾ ജസ്റ്റ് ഏതാ മോഡ് വേണ്ടതെന്ന് വെച്ചാൽ അതുമ്പോൾ ടച്ച് ചെയ്യുക. അതിനുശേഷം അടിയിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അടിയിൽ ജസ്റ്റ് റെഡ് കളറിലൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ നേരിട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി കാണാൻ പറ്റും. അപ്പോൾ അതായത് നമ്മുടെ ഗ്യാരേജ് എടുത്ത് നോക്കുമ്പോൾ വണ്ടി ഇതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് ഈ ഒരു ആംഗിളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിളുകൾ. ഇങ്ങനെ കുറച്ച് ആംഗിളുകളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ അങ്ങനെ കുറേ ഇഷ്ടം പോലെ ഇതേപോലെ യൂണീക്കായിട്ടുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയുണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം. Goodbye.